അങ്ങനെ ഇന്നത്തെ പോലെ തന്നെ ഇന്നും മീൻ തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന സമയത്ത് തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മണ്ടൻ മീൻ നമ്മുടെ ചൂണ്ടമ്മ കയറി അടിച്ച് ആ മീനെ നമ്മൾ വലിച്ചെടുത്തു. അത് ഒരു ഓസ്ട്രേലിയൻ സാമണായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിൽ കൊണ്ട് നമ്മൾ കരിഞ്ഞ പോണ്ടേയി, നമ്മൾ കൊടുക്കുന്ന തീറ്റ പോലും മീൻ വേണ്ട, അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചൂണ്ട മടക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ പൊട്ടി. അതെ, നമ്മുടെ ചൂണ്ടമ്മ ഒരു മീൻ അടിച്ചു. ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്തിട്ട് സംഭവം ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇത് തെരണ്ടിയാണോ അതോ സ്രാവാണോ എന്തിട്ടാണ് സംഭവം എന്ന് ഒരു ഐഡിയയും കിട്ടില്ല. എന്തായാലും സാധനത്തിന് പൊക്കി ഞാൻ വലിച്ച് കരയിലേക്ക് ഇട്ടു. ഈ മീനാണെങ്കിൽ ആത്മഹത്യ വന്ന പോലെ ആയിരുന്നു കേട്ടോ. ഈ മീൻ എൻ്റെ ചൂണ്ടയും അടിച്ചിട്ട് ഒരു അനക്കം പോലും ഇല്ല. എന്നെ എന്താ പിടിച്ച് പൊക്കാത്തേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനങ്ങാണ്ട് കിടക്കണം. ഇതിന് വിട്ടു പോകണമെന്നൊരു ആഗ്രഹമില്ല, ഒരു കുതിരലോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ വലിച്ച് കയറ്റി, കാരണം ചൂണ്ടയൊക്കെ വളഞ്ഞു. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും സാധനത്തിന് പിടിച്ച് കരക്കിട്ടു. എന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. നമ്മുടെ നാട്ടിലുള്ള മീൻ കച്ചവടം ചെയ്യണം നമ്മുടെ ഒരു കൂട്ടുകാരനൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചു, മെസ്സേജൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഈ സാധനത്തിൻ്റെ പേരാണ് പാൽസ്രാവ്. നാട്ടിൽ പറയുന്നതാണ് പാൽസ്രാവ്. ഇത് നമ്മുടെ തരണ്ടിയുടെ ഇനത്തിൽ പെടുന്ന സംഭവം തന്നെയാണ്. എന്നാലും കണ്ടതിൻ്റെ വാല് സ്രാവിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. എന്നാൽ അരയുടെ മേലെ ഒരു തെരണ്ടിയുടെ പോലെയും, സ്രാവിൽ തെരണ്ടിക്കുണ്ടായ ഒരു കുഞ്ഞിൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും സംഭവം കലക്കി. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഓസ്ട്രേലിയക്കാർ ഇതിനെ വിളിക്കുന്നത് ഒരു വേറെ പേരാണ് കേട്ടോ, ഗിറ്റാർ ഫിഷ്. അതായത് നമ്മുടെ ഗിത്താറിൻ്റെ പോലെ ഇരിക്കും ഇതിൻ്റെ ഷേപ്പ്, അതുകൊണ്ട് ഇതിന് ഗിത്താർ ഫിഷ് എന്നും കൂടി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ സൂക്ഷിച്ച് നോക്കി, കാരണം തെരണ്ടിയുടെ പോലെ ഇതിന് സംഭവമൊക്കെ കൈ കുത്തി പണി കിട്ടും. എന്തായാലും ഞാൻ പൊക്കിയെടുത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, അവൻ പറഞ്ഞു അളിയാ ഈ സാധനം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ, ഈ സാധനം വറ്റിച്ച് വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. പക്ഷേ തൊലി കളയാനെ കുറച്ച് പാടാന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് മുഖം കണ്ടപ്പോൾ എന്നിലെ നന്മമരം ഉണർന്നു കേട്ടോ. ഇന്ന് നന്മയൊന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ഇതിനെ കടലിലേക്ക് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാലേ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഫിഷ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, വ്യക്തമായിട്ട് എഴുതി തെരണ്ടി പോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഈ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് മീനെ പിടിക്കാം, അത് തിരിച്ച് വിട്ടേക്കണം, അല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടുന്നു അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിട്ടത്. അപ്പോൾ ഇത്ര നേരം എൻ്റെ കൂതറ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത കാരണം ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ബൈ.